അതുകൊണ്ട് ഡാറ്റ എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കമല്ല, അതത്ര നിഷ്പക്ഷമല്ല. ഡാറ്റയ്ക്ക് രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് അത് അതിർത്തികൾ മായ്ക്കുക മാത്രമല്ല, ചിലപ്പോൾ വലിയ അതിർത്തികൾ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് തീർച്ചയായും നാം കരുതുന്നത് പോലെ അത്ര നിഷ്കളങ്കമായ ഒന്നല്ല കൃത്രിമ ബുദ്ധി കൊണ്ടുവരാനിരിക്കുന്ന ലോകം. പക്ഷേ ആ ലോകത്തൂടെ കടന്നു പോകാതെ നമുക്ക് നിർവാഹമില്ല. അതിൻ്റെ ശരി തെറ്റുകളെ തീരുമാനിക്കാനുള്ള വിവേചന ബുദ്ധി മനുഷ്യനുണ്ടാവണം. അതുകൊണ്ട് തീർച്ചയായും അതൊരു സമരമേഖലയാണ്. ശരിയുടെയും നീതിയുടെയും പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് കൃത്രിമ ബുദ്ധിയുടെ സാധ്യതകളെ മനുഷ്യന് പ്രയോജനപ്പെടുന്ന തരത്തിലാക്കി മാറ്റുകയാണ് വേണ്ടത്. നമുക്കെന്തിനാണ് ചിന്തിക്കുന്ന മനുഷ്യൻ എന്ന ചോദ്യം ആദ്യത്തെ ചോദ്യമാണ്. നിങ്ങൾക്കെന്തിനാ മനുഷ്യൻ ചെയ്യണ പണി ചെയ്യണ വേറൊരു യന്ത്രത്തിന് എന്തിനാ ആവശ്യം? മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യല്ലേ ചെയ്യേണ്ടത്? അതിനാണല്ലോ നമുക്ക് യന്ത്രത്തിൻ്റെ സഹായം.